ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബേബി പൊട്ടാറ്റോ പൊരിയൽ അഥവാ ബേബി പൊട്ടാറ്റോ ഫ്രൈ അല്ലെങ്കിൽ ബേബി പൊട്ടാറ്റോ തോരൻ ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. സോ നമുക്കപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണേ എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബേബി പൊട്ടാറ്റോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഞാൻ ഓൾറെഡി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേവിക്കാനായിട്ട് നോക്കാം. അതിനായിട്ടൊരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ ബേബി പൊട്ടാറ്റോസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ തൊലിയോടുകൂടി തന്നെ ഇടാം കേട്ടോ. അതെല്ലാം ചേർത്ത് നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാം. ഒരു ഒന്നോ രണ്ടോ വിസിലും മതി ഇതൊന്ന് വെന്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പാത്രം അടച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒന്നോ രണ്ടോ വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ പൊട്ടാറ്റോ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതായത് വല്ലാണ്ട് വേവണ്ട, എന്നാൽ വേവാൻ വേണം അതുപോലെ. ഓക്കെ, ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കണം. തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബേബി പൊട്ടാറ്റോസ് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തെടുത്താലും മതി. അതിൻ്റെ തൊലിയോടുകൂടി തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിതിൻ്റെ തൊലി കളയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എല്ലാ പൊട്ടാറ്റോസിൻ്റെയും തൊലി കളഞ്ഞെടുക്കുക. തൊലിയോടുകൂടി നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ പൊട്ടാറ്റോസിനും തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മസാല, അതായത് തോരൻ അല്ലെങ്കിൽ പൊരിയലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾക്ക് ആദ്യമായിട്ട് ഒരു കടായി വയ്ക്കുക. കടായി ചൂടാക്കാനായിട്ട് വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതാണ് നിങ്ങളുടെ താല്പര്യം വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടാക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ചേർത്ത് അതൊന്ന് പൊട്ടിക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അത് ഫ്ലേവറിനനുസരിച്ച് നമുക്ക് 1, 2, 3 തണ്ടോ ചേർക്കാം. അപ്പോൾ കറിവേപ്പിലയും ചേർത്തൊന്ന് താളിക്കുക. അതിനുശേഷം ഞാൻ ഇതിൽ ചേർക്കുന്നത് സവോളയാണ്. സവോള അരിഞ്ഞതാണ്. നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1, 2 സവോള എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞ് നമുക്ക് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇത് രണ്ടും ഒന്നില്ലെങ്കിൽ ചതച്ചതോ അല്ലെങ്കിൽ അരിഞ്ഞതോ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം പോലെ അതും ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കണം. അപ്പോൾ നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ അത് നന്നായി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ സവാള ഒരുവിധം വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നാളികേരം ചിരകിയത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൊരിയലായിട്ടോ അല്ലെങ്കിൽ തോരൻ എന്നോ അങ്ങനെ വേണമെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നാളികേരം ചേർത്ത് ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അതായത് വല്ലാണ്ട് കളറ് മാറണം എന്നില്ല, എന്നാലൊരു കുറച്ച് ഒന്ന് ബ്രൗൺ കളർ ആക്കണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നാളികേരം. അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പൊട്ടാറ്റോ കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം വറുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ പൊട്ടാറ്റോ ചേർക്കാം. ഞാനിപ്പോൾ നേരത്തെയാണ് ചേർത്തത്. അപ്പോൾ നാളികേരം വറുത്തതിന് ശേഷം നമ്മൾ പൊട്ടാറ്റോ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന എരിവിനനുസരിച്ച് മുളകാണ്, അതായത് മുളക് പൊടിയാണ്.
അപ്പോൾ അത് നമ്മുടെ എരിവ് എത്രത്തോളം നമുക്ക് വേണോ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എന്താ പറയുക വഴറ്റി എടുക്കുക. അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്ന ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചേർത്ത് കുറച്ച് ഓയിലും കൂടി ഇനി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്നൊരു മൊരിച്ച് എടുക്കും. അപ്പോൾ ചില പീസസ് നിങ്ങൾക്ക് കുറച്ച് വലുതാണ് തോന്നുന്നതെങ്കിൽ അതൊന്ന് ഉടച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കാം. പൊട്ടാറ്റോസൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അതെല്ലാം മുഴുവനോടെ ആണെങ്കിൽ അങ്ങനെയാവാം. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എത്രത്തോളം വലിപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുത്താൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചില പൊട്ടാറ്റോസ് ഇത്തിരി വലിപ്പമുള്ള പൊട്ടാറ്റോസ് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഓയിലാണ്. ഓയിൽ വെളിച്ചെണ്ണ അത് നിങ്ങൾ താല്പര്യം അനുസരിച്ച് അത് ഒന്ന് ചുറ്റിച്ച് എടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്നും കൂടി ഒന്ന് മൊരിച്ച് എടുക്കും. അപ്പോൾ മൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊരിയലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇനി നമ്മളൊരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ഒരു 2-3 മിനിറ്റ് അതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പും അതൊക്കെ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി നമ്മളൊരു 3 മിനിറ്റ് ഒന്നും കൂടി പാത്രം അടച്ച് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ സ്റ്റേജിൽ നമ്മൾ ഉപ്പ് കുറവോ അല്ലെങ്കിൽ മുളക് അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 3 മിനിറ്റും കൂടി ഒന്ന് പാത്രം അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് മൊത്തം 5 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊരിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബേബി പൊട്ടാറ്റോ പൊരിയൽ അല്ലെങ്കിൽ ബേബി പൊട്ടാറ്റോ തോരൻ അല്ലെങ്കിൽ ബേബി പൊട്ടാറ്റോ ഫ്രൈ എന്ന് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്കപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ടും നല്ല നല്ല റെസിപ്പീസായിട്ടും നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.